നല്ലോണം ചെയ്യാനും നല്ലോണം നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് വേണോ ചീരകൾ നമ്മൾ വിത്തിന് വേറെ തന്നെ കുറച്ച് അരിയുമ്പോൾ കുറച്ച് നമ്മൾ പറിക്കുമ്പം വിത്തിന് കണക്കാക്കിയുള്ള നല്ല വിത്ത് കൂടുതൽ ഉള്ള ചീരകൾ നല്ലോണം അവിടെ വെക്കുക ഉണക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ബേലത്ത് നമ്മൾ ഇങ്ങനെ ഇപ്പം ഈ ബേലുള്ളേരം നമ്മൾക്ക് എന്ത് ചെയ്യുക ഒരു അഞ്ചാറ് ബേലും കൊള്ളിച്ച് വിത്ത് നമുക്ക് നല്ലോണം എടുത്തു വെക്കുക അതുകൊണ്ട് നിങ്ങൾ നല്ലോണം വിത്ത് കണ്ടു നിങ്ങൾ ഈ വിത്ത് നാല് ബേല് കൊള്ളുമ്പോഴേക്ക് ഇത് നല്ല വിത്ത് നമുക്ക് എന്ത് ചെയ്യുക എല്ലാം അളവിലെടുത്ത് വെച്ചിട്ട് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് സഞ്ചിയിലും പറമ്പിലും നല്ലോണം ചീര ഉണ്ടാക്കാൻ ഇങ്ങനെ പായി കൊടുക്കും. ഇതിപ്പോൾ നാല് ബേലാകുമ്പോഴേക്ക് ഇതെല്ലാം 4 ബേല് കൊള്ളുമ്പോഴേക്ക് ഇതുണ്ടെങ്കിൽ 4 ബേല് കൊള്ളുമ്പോഴേക്ക് ഇതെല്ലാം എന്ത് ചെയ്യൂ ഉണങ്ങിയിട്ട് ഒരുപാട് വിത്തുണ്ട്. അപ്പം വിത്ത് നമ്മൾ പുറമേ നിന്നൊന്നും വാങ്ങണ്ട, കടയിൽ നിന്നൊന്നും ഉമ്മക്ക് തന്നെ വിത്തേലാക്കി എല്ലാ കൃഷീൻ്റെ എല്ലാ സംഗതികളും ഉമ്മക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ സംഗതികളും ഞാൻ തന്നെയാണ് കൃഷി ചെയ്യുകയും ഞാൻ വിത്ത് എടുത്തു വെക്കുകയും വിത്ത് എല്ലാ വിത്തുകളും എടുത്തു വെച്ചാണ് കൃഷി ചെയ്യുന്നത്. സ്വന്തം തന്നെ നമ്മൾ കൃഷിയിടത്തുനിന്ന് തന്നെ